എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാനം അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന ഉടൻ തകർന്നു വീണതിന് പിന്നിൽ എന്താണ്? എഞ്ചിൻ തകരാറാണോ, അതോ പക്ഷി വന്നിടിച്ചതാണോ എന്നിങ്ങനെ നിരവധി സംശയങ്ങളാണ് വാർത്തകളിൽ ഇപ്പോൾ നിറയുന്നത്. ഈ അവസരത്തിൽ വ്യോമയാന വിദഗ്ധനായ ജേക്കബ് കെ ഫിലിപ്പ് നിർത്തുന്ന ചില കാരണങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. 600 അടിയോളം പൊക്കത്തിൽ പറക്കുമ്പോഴും താഴ്ന്നു തന്നെ ഇരിക്കുന്ന ചക്രങ്ങൾ, വീഡിയോയിലെ വിദൂര കാഴ്ചയിൽ നേരെ തന്നെ ഇരിക്കുന്നു എന്ന് തോന്നിക്കുന്ന ചിറകിന് പിന്നിലെ ഫ്ലാപ്പുകൾ, വീഴ്ചയ്ക്ക് മുന്നേ മുകളിലേക്ക് ഉയരാനുള്ള ശ്രമം 200 മുതൽ 400 അടി പൊക്കത്തിലെത്തുമ്പോഴും വീലുകൾ മുകളിലേക്ക് ഉയർത്തുകയാണ് പതിവ്. എന്നാൽ ഇവിടെ 600 ആയിട്ടും പൈലറ്റുമാർ ചക്രങ്ങൾ മുകളിലേക്ക് കയറ്റാത്തത് പ്രശ്നത്തിന്റെ തന്നെ സൂചികയാണ് എന്നാണ് ജേക്കബ് പറയുന്നത്. സാധ്യതകൾ പലതാണ്. ലാൻഡിംഗ് ഗിയർ ചലിപ്പിക്കുന്ന ഹൈഡ്രോളിക് സംവിധാനത്തിന്റെ തകരാർ, പൈലറ്റുമാരുടെ മറവി, വിമാനത്തിന്റെ കുഴപ്പം തിരിച്ചറിഞ്ഞ് തിരിച്ചിറങ്ങാനുള്ള ശ്രമം ആരംഭിച്ചത്. എന്നാൽ ഇതോടൊപ്പം ഫ്ലാപ്പുകൾ നേരെയാക്കി എന്നത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും പറന്നു കയറുമ്പോഴും ചിറകിന് പിന്നിലെ ഈ പാളികൾ താഴ്ത്തി വെക്കുന്നത് വിമാനത്തിന് മുകളിലേക്ക് കൂടുതൽ തള്ളൽ കിട്ടാനാണ്. ഈ ലിഫ്റ്റ് കുറഞ്ഞാൽ 2 കാര്യങ്ങളും നടക്കില്ല. എന്നാൽ അഹമ്മദാബാദ് വിമാനത്താവളത്തിലെ 3505 മീറ്റർ നീളമുള്ള റൺവേയിലെ വെറും 1900 മീറ്റർ താഴെ ദൂരം മാത്രം ഉപയോഗിച്ച് പറന്നുയർന്ന ഈ വിമാനത്തിന്റെ ഫ്ലാപ്പുകൾ ഉയരാനുള്ള ഓട്ടത്തിൽ താഴ്ന്നു തന്നെയായിരുന്നു ഇരുന്നത് എന്ന് ഉറപ്പാണ്. ഉയർന്നു കഴിഞ്ഞ് ഉയരം ഏകദേശം 1000 അടി ആകുമ്പോഴാണ്, അതായത് വിമാനത്തിന് നല്ല വേഗം കിട്ടിയ ശേഷം ഫ്ലാപ്പുകൾ നേരെയാക്കുക. അതേവരെ നല്ല ലിഫ്റ്റ്, അതായത് മുകളിലേക്കുള്ള തള്ളൽ വേണമെങ്കിൽ ഫ്ലാപ്പുകൾ ഇങ്ങനെ ഇരുന്നേ പറ്റൂ. ഇന്ന് വിമാനം വീഴുമ്പോൾ ഉയരം 625 അടിയായിരുന്നു. അതേസമയം 200 മുതൽ 400 അടിയിൽ മുകളിലേക്ക് വലിച്ചു കയറ്റി കഴിഞ്ഞിരിക്കേണ്ട വീലുകൾ ഈ പൊക്കത്തിലും താഴ്ന്നു തന്നെ ഇരിക്കുകയും ചെയ്തു. ആദ്യം തോന്നാവുന്ന സംശയം ഇതാണ്: ലാൻഡിംഗ് ഗിയർ വലിച്ചു കയറ്റാനുള്ള ലിവർ എന്ന് കരുതി ഫ്ലാപ്പുകൾ നേരെയാക്കാനുള്ള ലിവർ വലിച്ചിട്ടുണ്ടാകുമോ പൈലറ്റുമാർ? എന്നാൽ ഡ്രീം ലൈനർ വിമാനത്തിൽ ഇതിനുള്ള സാധ്യത കുറവാണ്. മാറിപ്പോകാൻ തക്കം അടുത്തടുത്തല്ല രണ്ടും. പൈലറ്റുമാരുടെ നടുക്കുള്ള പെഡസ്റ്റലിൽ എഞ്ചിൻ ത്രോട്ടിലിന് വലത്താണ് ഫ്ലാപ്പ് ലിവർ. ലാൻഡിംഗ് ഗിയർ ലിവർ ആവട്ടെ മുഖ്യ ഇൻസ്ട്രുമെന്റ് പാനലിൽ, ഫ്ലൈറ്റ് ഡിസ്പ്ലേ പാനലിന് താഴെ ക്യാപ്റ്റന്റെ സൈഡിലാണ്. നേരെയായ ഫ്ലാപ്പുകളും താഴെ ഇറങ്ങി തന്നെ നിൽക്കുന്ന വീലുകളും, ഇവ രണ്ടും ഒന്നിച്ചു സംഭവിക്കുന്നത് ഏറ്റവും അപകടകരമായ അവസ്ഥയുമാണ്. വിമാനത്തിന് ഉയർന്നു പോകാനുള്ള മുകളിലേക്കുള്ള തള്ളൽ കുറയുകയും തള്ളി താഴേക്ക് നിൽക്കുന്ന വീലുകൾ വായുപ്രവാഹത്തിന് തടസ്സമുണ്ടാക്കി ഡ്രാഗ്, അതായത് പിന്നിലേക്കുള്ള വലിവ് കൂടുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. അതുമൂലം വിമാനം ഉയരുകയുമില്ല, എന്നാൽ വേഗം കുറയുകയും ചെയ്യുന്നു എന്ന അവസ്ഥ. വിമാനം ഉയരുന്നില്ലെന്ന് കാണുമ്പോൾ സ്വാഭാവികമായും വിമാനത്തിന്റെ മൂക്ക് മുകളിലേക്ക് ഉയർത്താനുള്ള പ്രേരണയാണ് ഉണ്ടാവുക. ഇങ്ങനെ കുറഞ്ഞ വേഗത്തിൽ കുറഞ്ഞ ലിഫ്റ്റിൽ മൂക്ക് മുകളിലേക്ക് ഉയരുമ്പോൾ വായുവിന്റെ മുകളിലേക്കുള്ള തള്ളൽ പിന്നെയും ഏറെ കുറയുകയാണ് ഉണ്ടാവുക. സ്റ്റാൾ എന്ന് പറയുന്ന ഈ അവസ്ഥയിൽ വിമാനം കല്ലിട്ടതുപോലെ താഴേക്ക് പതിക്കുകയും ചെയ്യും. ഒരു പക്ഷേ ഇതായിരിക്കാം ആ അപകടത്തിന് പുറകിലെ കാരണം. അതേസമയം തായ്ലൻഡിലെ ഫുക്കറ്റിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ AI-379 വിമാനത്തിൽ ബോംബ് ഭീഷണി ഉണ്ടാവുകയും തുടർന്ന് വിമാനം സമീപത്തുള്ള ദ്വീപിൽ അടിയന്തരമായി നിലത്തിറക്കുകയും ഉണ്ടായി. സത്യം പറഞ്ഞാൽ ഇതെല്ലാം യാത്രയ്ക്ക് വേണ്ടി എയർ ഇന്ത്യ തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ എണ്ണത്തിനെ വലിയ തോതിൽ തന്നെ ബാധിക്കുമെന്ന കാര്യം തീർച്ചയാണ്.